വരാപ്പുഴ അതിരൂപത അംഗമായിരുന്നു ജോലി തപറോത്തസിൻ്റെ മരണം അതിരൂപത മുഴുവനും വേദനയിൽ അടുത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ആശുപത്രിയിൽ നിന്നും എന്നെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണെന്ന് അറിയിച്ചു. ഉടനെ ഞാൻ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തിരികെ പോകുന്ന 7:30 മണിയോടുകൂടി സായാഹ്ന പ്രാർത്ഥന തുടരുന്നതിനായി ഞാൻ എൻ്റെ ചാപ്പലിൽ ഇരിക്കുമ്പോൾ ചാൻസലർ വന്ന് അദ്ദേഹം മരിച്ചു എന്നുള്ള ദുഃഖവാർത്ത അറിയിച്ചു. ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് വ്യക്തിപരമായി വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു. ഞാനോട് തന്നെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും ദുഃഖിതരാണ്. അപ്രതീക്ഷിതമായ ആകസ്മികമായ മരണം എപ്പോഴും നമുക്ക് കൂടുതൽ വേദന ഉളവാക്കുന്നു. ആഗസ്റ്റ് 15-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ 54-ാം ജന്മദിനം ആചരിച്ചത്. അദ്ദേഹത്തെ അതിരാവിലെ വിളിച്ച് ഞാൻ ആശംസകൾ നേരുകയുണ്ടായി. ദൈവം തൻ്റെ ദാസന് നിത്യവിശ്രാന്തി നൽകട്ടെ പ്രാർത്ഥിക്കുക. വളരെ നിസ്തുലമായ സേവനമാണ് അദ്ദേഹം അതിരൂപതയിൽ ചെയ്തിട്ടുള്ളത്. പള്ളികളിലായാലും സ്ഥാപനങ്ങളിലായാലും ഊർജ്ജസ്വലതയോടെ ഓടി നടന്ന് തലയേൽപ്പിക്കുന്ന ജോലികളെല്ലാം വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു നല്ല വൈദികൻ, വിശുദ്ധനായ വൈദികൻ, പ്രാർത്ഥിക്കുന്ന വൈദികൻ, അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണത്തിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനാപരമായ അനുശോചനം എന്നറിയിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന് വിശുദ്ധരുടെയും മാലാഖമാരുടെയും സന്നിധിയിൽ പ്രവേശനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാമായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് തൻ്റെ എല്ലാ കഴിവുകളും തൻ്റെ സമയവും എല്ലാം ക്രിസ്തുനാഥന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഏറ്റവും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജോളി തപ്പലോടത്തച്ഛൻ നമ്മിൽ നിന്ന് വേർവിട്ടു പോയി. ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കുകയും അതുപോലെ തന്നെ സങ്കടത്തിലാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ആ നിര്യാണം. ഓപ്പറേഷൻ കഴിഞ്ഞു തിരിച്ചു വരും എന്ന് ഞങ്ങളെല്ലാവരും വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ ടേബിളിൽ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. അതിരൂപതയ്ക്ക് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ക്രിസ്തുനാഥൻ സ്വർഗീയ സൗഭാഗ്യം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പ്രിയങ്കരനായ ജോളി തപ്പലോടത്തച്ഛൻ്റെ അപ്രതീക്ഷിതമായ നിര്യാണത്തിൻ്റെ ആഘാതത്തിലാണ് ഞാനും വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും. വളരെ തിരക്ക് പിടിച്ച് യേശുവിന് വേണ്ടി തൻ്റെ ശുശ്രൂഷ ചെയ്ത് വളരെ ധൃതിയിൽ സ്വർഗത്തിലേക്ക് ജോളിയച്ചൻ യാത്രയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചപ്പോഴും ഞാൻ വളരെ ഹെൽത്തിയാണ് അച്ഛോ, അച്ഛൻ പേടിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ അർപ്പണബോധത്തോടുകൂടി സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഓടി നടന്ന് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ജോളിയച്ചൻ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. ഒരു പക്ഷേ അച്ഛൻ്റെ വിയോഗം വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ്. ജോളിയച്ചൻ ഇപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ് ഞങ്ങളെല്ലാവരും. പ്രിയങ്കരനായ ജോളി തപ്പലോടത്തച്ഛൻ്റെ ആത്മാവ് തീർച്ചയായും സ്വർഗത്തിൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒപ്പമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അച്ഛന് നിത്യമായ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സ്നേഹപിതാവായ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ അപ്രതീക്ഷിതമായ ദേഹവിയോഗത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം അറിയിക്കുകയും ചെയ്യുന്നു.